CPM-നെതിരെ വിമർശനവുമായി സുന്നി മഹല്ല് ഫെഡറേഷൻ നേതാവ് നാസർ ഫൈസി കൂടത്തായി. ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വിക്കും ദാറുൽ ഹുദയ്ക്കുമെതിരെ CPM കുപ്രചരണം നടത്തുന്നു. ആരോപണങ്ങൾക്ക് പിന്നിൽ അജണ്ടയുണ്ട്. ഒരു അങ്കണവാടി പോലും നടത്താത്തവരാണ് ദാറുൽ ഹുദയ്ക്കെതിരെ പ്രചാരണം നടത്തുന്നതെന്നും നാസർ ഫൈസി കൂടത്തായി 24-നോട്. 24 പ്രൈം ടൈം എക്സ്ക്ലൂസീവുമായി നമുക്കൊപ്പം സമീർ സി മുഹമ്മദ് ചേരും. ആദ്യം ആ പ്രതികരണത്തിലേക്ക്. ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വിക്കെതിരെ വീണ്ടും ആരോപണങ്ങളുമായി കൊണ്ട് CPM-ന്റെ ആളുകൾ മുന്നോട്ട് വന്നിരിക്കുന്നത് പ്രതിഷേധാർഹമാണ്. നിരന്തരമായി കൊണ്ട് ദാറുൽ ഹുദയ്ക്കെതിരെയും അവർ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആരോപണങ്ങളുമായി കൊണ്ട് മുന്നോട്ട് വരുന്ന ആളുകൾ ആരും അവരൊക്കെ ഒരു സർവകലാശാല പോയിട്ട് ഒരു സ്കൂളോ അതല്ലെങ്കിൽ ഒരു അംഗനവാടി പോലും നടത്തുന്നവരല്ല. ജീവകാരുണ്യ പ്രവർത്തനത്തിലോ നവോത്ഥാന പ്രവർത്തനത്തിലോ ഒരു പങ്കും വഹിക്കാത്ത ഇത്തരക്കാരാണ് വലിയ നവോത്ഥാന പ്രവർത്തനം കൊണ്ട് രാജ്യത്ത് ഒരുപാട് ആളുകൾക്ക് വിദ്യാഭ്യാസവും തൊഴിലും നൽകുന്ന ഒരു സംവിധാനത്തെ അടച്ചാക്ഷേപിക്കുന്നത്. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. സമീർ, പറയൂ. SKN കഴിഞ്ഞ ദിവസം ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി നടത്തിയ ഒരു പരാമർശം വിവാദമായിരുന്നു. അതിൽ മന്ത്രിമാർക്കും അതുപോലെ തന്നെ ജനപ്രതിനിധികൾക്കും ഭാര്യമാർക്കൊപ്പം തന്നെ വൈഫ് ഇൻചാർജ് ഉള്ളവരും ഉണ്ട് എന്നായിരുന്നു ആ ഒരു പരാമർശം. അതോടൊപ്പം തന്നെ EMS-ന്റെ മാതാവിന്റെ വിവാഹപ്രവുമായി ബന്ധപ്പെട്ടും ഒരു വിവാദ പരാമർശം ഉണ്ടായിരുന്നു. ആ വിഷയത്തിൽ കടുത്ത പ്രതിഷേധത്തിലാണ് CPIM. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം തിരൂരങ്ങാടി ഏരിയ കമ്മിറ്റി ഒരു പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. ആ വേളയിലാണ് അവിടെ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള C ഇബ്രാഹിംകുട്ടി നദ്വിക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചത്. ദാറുൽ ഹുദ എന്നുള്ള ഒരു യൂണിവേഴ്സിറ്റിയില്ല, മാത്രമല്ല അവിടെ അങ്ങനെ ഒരു വൈസ് ചാൻസലറുമില്ല, അതെല്ലാം വ്യാജമാണ് ആ വൈസ് ചാൻസലർ പദവി എന്നായിരുന്നു ആ ഒരു വിമർശനം. അത്തരത്തിലുള്ള ആക്ഷേപത്തിനാണ് ഇപ്പോൾ നാസർ ഫൈസി കൂടത്തായുടെ ഭാഗത്തു നിന്ന് പ്രതികരണം വന്നിരിക്കുന്നത്. ഇപ്പോൾ CPIM നടത്തുന്നത് കുപ്രചരണങ്ങളാണ്. കൃത്യവും വ്യക്തവുമായ ഒരു ധാരണയോട് കൂടെ തന്നെയാണ് ആ ഒരു സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. സർവകലാശാല എന്ന് പറയുന്നത് സർക്കാരിൻ്റെ മാത്രം അംഗീകാരമുള്ളത് കൊണ്ട് മാത്രമാവുന്നില്ല. അതിന് അന്തർദേശീയ തലത്തിൽ ഉൾപ്പെടെ അംഗീകാരം ലഭിച്ച ഒരു സ്ഥാപനമാണ്. സർവ്വവിജ്ഞാന കേന്ദ്രം കൂടിയാണ് ദാറുൽ ഹുദ. അതുകൊണ്ട് തന്നെ അതിനെതിരെ കുപ്രചരണം നടത്തുകയാണ് CPIM നടത്തുന്നത് എന്നുള്ള ഒരു ആരോപണമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല നവോത്ഥാനപരമായിട്ടും അതുപോലെ തന്നെ സാമുദായികപരമായിട്ടും വലിയ മുന്നേറ്റം കാഴ്ചവെക്കുന്ന ഒരു സ്ഥാപനമാണ്. ആ ഒരു സ്ഥാപനത്തിനെതിരെയാണ് അങ്കണവാടി പോലും നടത്താത്തവർ ഇത്തരത്തിലുള്ള കുപ്രചരണം അഴിച്ചുവിടുന്നത് എന്ന കാര്യം കൂടി നാസർ ഫൈസി വ്യക്തമാക്കുന്നു. ഇതോടൊപ്പം തന്നെയാണ് ഈ നദ്വിക്കെതിരെയും അതുപോലെ തന്നെ ദാറുൽ ഹുദയ്ക്കെതിരായിട്ടുള്ള ഈ വിമർശനങ്ങളെ ശക്തമായി പ്രതിഷേധിക്കണം. അത് സമുദായത്തിനും സമൂഹത്തിനും ഉണ്ടാക്കുന്ന ഉന്നതമാകുന്ന നേട്ടങ്ങളുണ്ട്. ആ നേട്ടങ്ങളെ ഇല്ലാതാക്കാനാണ് ഇത്തരം ശ്രമങ്ങൾ. അതിന് പിന്നിൽ വർഗീയ ശക്തികളുടെ ഇടപെടൽ ഉണ്ട് എന്നുൾപ്പെടെയുള്ള ആരോപണങ്ങളും നാസർ ഫൈസി കൂടത്തായുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. നദ്വിയുടെ പരാമർശവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള പ്രതികരണങ്ങൾ തുടരുകയാണ് SKN. ഓക്കെ, താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.